സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി ആണ്, അഥവാ വ്യതിയാനത്തിന്റെ അളവുകൾ. സോ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി, ഇപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മീൻ, മീഡിയൻ, മോഡ് എന്നറിയപ്പെടുന്ന വാല്യൂസ് വെച്ചുകൊണ്ട് നമ്മൾ ഓരോ പ്രോബ്ലംസും അവിടെ ചെയ്തായിരുന്നു, ശരാശരി മൂല്യം കണക്കാക്കി. എന്നാൽ മെഷേഴ്സ് ഓഫ് വാരിയബിലിറ്റി അഥവാ വ്യതിയാനത്തിന്റെ അളവുകൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഷേഴ്സ് ഓഫ് വാരിയബിലിറ്റി യൂസ് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ മൊത്തം വിതരണ പ്രാതിനിധ്യ സ്വഭാവമുള്ള മൊത്തം വിതരണത്തെ, ഇപ്പൊ മൊത്തം വിതരണമാണല്ലോ ഞങ്ങൾ എടുക്കുന്നത്. ഇവിടെ പ്രാതിനിധ്യ സ്വഭാവമുള്ള മൂല്യമാണ് മധ്യകേന്ദ്രീകൃത പ്രവണതയുടെ അളവ് അഥവാ ശരാശരി എന്നാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ വിതരണത്തിന്റെ പൂർണ്ണ ചിത്രം നൽകുന്നതിന് മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂസ് ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഇപ്പൊ മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂസിൽ നമ്മൾ കണക്കാക്കുന്നത്? മൊത്തം വിതരണത്തിന്റെ പ്രാതിനിധ്യ സ്വഭാവമുള്ള മൂല്യവസ്തുവാണ്. മൊത്തം സ്വഭാവത്തിന്റെ പ്രാതിനിധ്യ സ്വഭാവമുള്ള മൂല്യവസ്തുവാണ് നമ്മൾ എവിടെ എടുക്കുന്നത്? മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂസിൽ എടുക്കുന്നെങ്കിൽ ഒരു പൂർണ്ണ, അതായത് ഇപ്പോൾ നമ്മളൊരു സമ്പദ് വ്യവസ്ഥ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഇപ്പൊ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പ്രതിശീർഷ വരുമാനം കണക്കാക്കുന്നുള്ള ഒരു സാമ്പത്തിക വിവരത്തിന്റെ മൊത്തം ചിത്രത്തെ നമുക്ക് അവിടെ ലഭ്യമാകും. അപ്പൊ ഇവ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വ്യതിയാന അളവുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഉദാഹരണം, ഒരു രാജ്യത്തിന്റെ ജനങ്ങളുടെ ശരാശരി വാർഷിക വരുമാനം, ഇതാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോഴങ്ങനെ അഥവാ പ്രതിശീർഷ വരുമാനം സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിന്റെ അളവുകോലാണ്. അപ്പൊ ഇതൊക്കെ തന്നെ എന്താണ്? നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിന്റെ അളവുകോലാണ് പെർ ക്യാപിറ്റ ഇൻകം എന്നറിയപ്പെടുന്നത്, നാഷണൽ ഇൻകം എന്നറിയപ്പെടുന്നത്. എല്ലാം തന്നെ നിങ്ങൾ ഓൾറെഡി നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകവും ഒക്കെ തന്നെ പഠിച്ചു കാണും. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നും പഠിച്ചു കാണും. ഇതൊക്കെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ അളവുകോലാണ്. എന്നാൽ ഇവിടെ ജനങ്ങളുടെ ഇടയിലുള്ള വരുമാനത്തിന്റെ പൂർണ്ണ രൂപം നൽകാൻ, അപ്പൊ നമുക്ക് അവിടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ജനങ്ങളുടെ വരുമാനത്തിന്റെ ടോട്ടൽ വരുമാനം എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ നിന്നും തന്നെ കൃത്യമായൊരു ചിത്രം നമുക്ക് ഇവിടെ നിന്നും ഇപ്പൊ മീൻ, മീഡിയൻ, മോഡ് എന്നറിയപ്പെടുന്ന വാല്യൂ യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മെഷേഴ്സ് സെൻട്രൽ വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ടോട്ടൽ ശരാശരി എടുക്കാൻ അവിടെ കഴിയത്തില്ല. അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തിലാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് വാരിയബിലിറ്റി ഈ വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ഇനി നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ് ഈ ഡിസ്പേഴ്സൺ അഥവാ എന്താണ് വ്യതിയാന വ്യാപ്തി? നിരീക്ഷിത മൂല്യങ്ങളുടെ ആന്തരിക വ്യതിയാനത്തെയോ അവയുടെ ചിതറിക്കിടക്കലിനെയോ പരന്നു കിടക്കലിനെയോ ആണ് വ്യതിയാന വ്യാപ്തി എന്ന് അറിയപ്പെടുന്നത്. സോ നിരീക്ഷിത മൂല്യങ്ങളുടെ ആന്തരിക വ്യതിയാനത്തെയോ അവയുടെ ചിതറിക്കിടക്കലിനെയോ അവയുടെ പരന്നു കിടക്കലിനെയോ ആണ് വ്യതിയാന വ്യാപ്തി എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് വ്യതിയാന വ്യാപ്തി? നിരീക്ഷിത മൂല്യങ്ങളുടെ ആന്തരിക മൂല്യത്തിനെയോ അവയുടെ ചിതറിക്കിടക്കലിനെയോ അവയുടെ പരന്നു കിടക്കലിനെയോ ആണ് വ്യതിയാന വ്യാപ്തി എന്നറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട വ്യതിയാന വ്യാപ്തിയുടെ അളവുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിച്ച് ആർ ദ ഇമ്പോർട്ടന്റ് വാല്യൂസ് ഓഫ് ഡിസ്പേഴ്സൺ. അവിടെ അതായത് വ്യതിയാന വ്യാപ്തിയുടെ പ്രധാനപ്പെട്ട അളവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, റേഞ്ച്, ക്വാർട്ടിയൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ ഏതൊക്കെയാണ്? റേഞ്ച്, ക്വാർട്ടിയൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ ഇത്രയും അളവുകളാണ് വ്യതിയാന വ്യാപ്തിയുടെ അളവുകൾ എന്നറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? റേഞ്ച്, ക്വാർട്ടിയൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ ഇവ ഓരോന്ന് വെച്ചിട്ടാണ് നമ്മൾ വ്യതിയാന വ്യാപ്തിയുടെ അളവുകൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ മനസ്സിലായല്ലോ? സോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വ്യതിയാന വ്യാപ്തിയാണ്. സോ അപ്പൊ നമ്മൾ ഈ നോക്കാൻ പോകുന്ന ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രധാനപ്പെട്ട വ്യതിയാനത്തിന്റെ അളവുകളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ്ലി റേഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ ഒരു വിതരണത്തിലെ ഏറ്റവും ചെറിയ മൂല്യവും ഏറ്റവും വലിയ മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് റേഞ്ച് എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് റേഞ്ച് എന്നറിയപ്പെടുന്ന ഒരു വാല്യൂ മെഷർ ആയിട്ട് എടുത്തിരിക്കുന്നത്? അപ്പൊ എന്തിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്? അപ്പൊ നമുക്കൊരു വിതരണം തരുവാണ്. ആ വിതരണത്തിലെ ഏറ്റവും ചെറിയ മൂല്യവും ഏറ്റവും വലിയ മൂല്യവും തമ്മിലുള്ള വ്യത്യാസത്തെ കാണിക്കുന്നതിനാണ് റേഞ്ച് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാമല്ലോ, നമുക്ക് പ്രീവിയസ് ആയിട്ട് 2016 വന്ന ക്വസ്റ്റ്യൻ കൂടി ഇതാണ്. ഇങ്ങനെ ഒരു വിതരണത്തിലെ ഏറ്റവും ചെറിയ മൂല്യവും ഏറ്റവും വലിയ മൂല്യവും തമ്മിലുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാല്യൂ ഏതാണ്, അളവുകോൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനുകൾ വരാം. അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ അത്രയധികം പ്രാധാന്യപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് കണക്കാ? റേഞ്ച് തന്നിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ റേഞ്ച് തന്നിട്ടുണ്ട്. നോക്കൂ, ഒരു 53, 51, 70, 45, 60, 62, 40 എന്നിങ്ങനെ റേഞ്ച് തന്നിട്ടുണ്ട്. ഈ റേഞ്ചിലെ ഏറ്റവും വലിയ മൂല്യം ഏതാ? 70 ആണ്. ഏറ്റവും ചെറുത് 40 ആണ്. അപ്പൊ പ്ലസ് ഒന്നുകൂടെ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. വലിയ മൂല്യം ചെറിയ മൂല്യം നമ്മളുടെ
വ്യത്യാസമാണെന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയിട്ട് ഈ 1 യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് പ്രാപ്താംഗങ്ങളുടെ പരിഗണിച്ച് റേഞ്ചിനെ കൂടുതൽ സൂക്ഷ്മമാക്കാൻ വേണ്ടി. ഇപ്പൊ 2 പ്രാപ്താംഗങ്ങളെ മാത്രം പരിഗണിച്ചാൽ റേഞ്ച് സൂക്ഷ്മമാവണമെന്നില്ല. അപ്പൊ റേഞ്ചിന്റെ അളവ് പോലെ അല്ലെങ്കിൽ വാല്യൂ വളരെയധികം സൂക്ഷ്മമാകണമെന്ന് ഞങ്ങൾക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ 2 പ്രാപ്താംഗങ്ങളുടെ പരിഗണിച്ച് റേഞ്ചിനെ കൂടുതൽ സൂക്ഷ്മമാക്കാൻ വേണ്ടിയാണ് ഈ വ്യത്യാസത്തോട് +1 നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 32 കിട്ടും. ഓക്കെ, ഇനി നോക്കാം. ഇനി നമുക്ക് അതിലെ വരുന്ന റേഞ്ച് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്ന ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. സോ ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത് നമുക്ക് നോക്കാം. മെഷേഴ്സ് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ മീഡിയയിൽ വെച്ച് ഒരു സംഘത്തെ തുല്യ പകുതിയായി, അപ്പൊ മീഡിയയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മീഡിയനിൽ നമ്മൾ ചെയ്യുന്നത് ഒരു വാല്യൂസ് അല്ലെങ്കിൽ റേഞ്ച് നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം, ഒരു വലിയൊരു മെഷേഴ്സ് എടുത്തതിന് ശേഷം മീഡിയയിൽ വെച്ച് ഒരു സംഘത്തെ തുല്യ പകുതികളായിട്ടാണല്ലോ നമ്മളിവിടെ മീഡിയനിൽ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. എന്ത് ചെയ്യും? തുല്യ പകുതിയായിട്ട് എടുത്തിട്ടാണ് ഒത്ത മാധ്യ മൂല്യത്തെ നമ്മൾ കണക്കാക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പൊ ഇവിടെ ആണെങ്കിൽ മീഡിയയിൽ വെച്ച് ഒരു സംഘത്തെ തുല്യ പകുതിയായി തിരിക്കുന്നത് പോലെ തന്നെയാണ് മൊത്തം എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ടോട്ടൽ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ 4 തുല്യ പദങ്ങളായിട്ടാണ് ഇവിടെ നമ്മൾ തരംതിരിക്കുന്നത്. അപ്പൊ മീഡിയനിൽ നമ്മൾ അങ്ങനെ തന്നെ കണ്ടേ. അവിടെ നമ്മൾ കണ്ടപ്പോൾ ഒരു സംഘത്തിൽ തുല്യ പകുതിയായിട്ടാണ് വിഭജിച്ച് അതിൽ നടുവിലുള്ളതിനെ അതാണ് മധ്യമൂല്യത്തെ നമ്മൾ എടുത്തു. ഇവിടെ അങ്ങനെയല്ല, മൊത്തം എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ തുല്യ 4 പദങ്ങളായിട്ട് തരംതിരിച്ചു ഒരു സംഘത്തെ തിരിക്കും അല്ലെ. അതിനുശേഷം അതിനെന്ത് ചെയ്യും? അതിൽ നിന്ന് ഒരു സംഘത്തെ തിരിക്കും. അപ്പോൾ 1-ാം പദത്തിലെയും 2-ാം പദത്തിലെയും 3-ാം പദത്തിലെയും അന്ത്യത്തിലുള്ള 3 പ്രാപ്താംഗങ്ങൾ കിട്ടും. അപ്പോൾ 1-ാം പദത്തിലെയും 2-ാം പദത്തിലെയും 3-ാം പദത്തിലെയും അന്ത്യത്തിലുള്ള പ്രാപ്താംഗങ്ങളെ നമുക്ക് കിട്ടുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ യഥാക്രമം ഫസ്റ്റ് ക്വാർട്ടൈൽ, സെക്കൻഡ് ക്വാർട്ടൈൽ ആൻഡ് തേർഡ് ക്വാർട്ടൈൽ അഥവാ Q1, Q2, Q3 എന്നീ അടയാളങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ക്വാർട്ടൈൽ ഡീവിയേഷന് നമ്മൾ കുറിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ റേഞ്ച് എന്താണെന്ന് മനസ്സിലായി. എന്താ റേഞ്ചിനെ കുറിച്ച് പറഞ്ഞത്? ഒരു വിതരണത്തിലെ ഏറ്റവും ചെറിയ മൂല്യവും ഏറ്റവും വലിയ മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് റേഞ്ച്. ഇത് 2006 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത്ര അധികം ഇമ്പോർട്ടന്റ് ആണ്. ഇതെങ്ങനെയാണ് റേഞ്ച് കണക്കാക്കുക? നമ്മൾ കുറച്ച് മൂല്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ മൂല്യത്തിൽ ഏറ്റവും ചെറുതും വലുതും കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്ലസ് ആഡ് ചെയ്യും 1-നെ. അപ്പൊ എന്തിനാ ഈ 1 ആഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ അളവുകളുടെ അതായത് ഈ മൂല്യങ്ങളുടെ ഈ പ്രാപ്താംഗങ്ങളുടെ സൂക്ഷ്മത അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് +1 കൂടി ആഡ് ചെയ്യുന്നത്. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റേഞ്ച് മനസ്സിലായല്ലോ? എളുപ്പമല്ലേ പഠിക്കാൻ? ഇത് നെക്സ്റ്റ് നോക്കിയാൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആകുമ്പോൾ മീഡിയനിൽ കണ്ടതുപോലെ നമ്മൾ തുല്യ ഭാഗമായിട്ട് വിഭജിച്ചിട്ട് അതിൽ ഒത്ത മധ്യ നടുവിലുള്ള മധ്യമൂല്യത്തെ നമ്മൾ എടുക്കുന്നത് പോലെ ഈ സിമിലർ ടു അതുപോലെ 4 ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 4 തുല്യ പദങ്ങളായി വിഭജിച്ചതിന് ശേഷം സംഘത്തെ തിരിക്കാം അല്ലെ. എന്നിട്ട് അപ്പോൾ 1-ാം പദത്തിന്റെയും 2-ാം പദത്തിന്റെയും 3-ാം പദത്തിന്റെയും അന്ത്യത്തിലുള്ള 3 പ്രാപ്താംഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നു? കിട്ടും. അപ്പൊ ഇവ യഥാക്രമം ഫസ്റ്റ് ക്വാർട്ടൈൽ, സെക്കൻഡ് ക്വാർട്ടൈൽ ആൻഡ് തേർഡ് ക്വാർട്ടൈൽ എന്ന് എഴുതും. ഇവ എങ്ങനെയാ സൂചിപ്പിക്കുന്നത്? Q1, Q2, Q3 എന്നീ അടയാളങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവയെ കുറിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മളൊരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണക്കാക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫോർമുല ഏതാ? Q = Q3 - Q1/2. ഇതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണുന്നതിനുള്ള ഫോർമുല. അപ്പൊ ഇവിടെ ഇതിൽ Q1, Q3 എന്നിവ 1-ാം ക്വാർട്ടൈലും 3-ാം ക്വാർട്ടൈലും വർഗീകരിക്കാത്ത ഡെൽറ്റയിലെ ക്വാർട്ടൈൽ ഡീവിയേഷൻസുകളുമാണ്. അപ്പൊ നമ്മൾ ഇത് ഈ കാണിച്ചിരിക്കുന്നത് കുറച്ച് വർഗീകരിക്കാത്ത ഡെൽറ്റയിലെ ക്വാർട്ടൈൽ ഡീവിയേഷൻസുകളാണ്. അതിലെ പ്രാപ്താംഗങ്ങളെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ Q1, Q3 എന്നിവ 1-ാം ക്വാർട്ടൈലും 3-ാം ക്വാർട്ടൈലുമാണ്. പിന്നെ വർഗീകരിക്കാത്ത ഡെൽറ്റയിലെ ക്വാർട്ടൈൽ ഡീവിയേഷൻ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ കുറച്ച് പ്രാപ്താംഗങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 11 പ്രാപ്താംഗങ്ങൾ തന്നിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങൾ? ഇവിടെ Q അഥവാ ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 എത്രയാണ്? 15 ആണ് അല്ലെ. 15ഉം Q1 എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ആകെ 11 പ്രാപ്താംഗങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ 3-ാം പ്രാപ്താംഗത്തെ Q1 ആയി. 3-ാം പ്രാപ്താംഗം എന്ന് വെച്ചാൽ Q1 ആണല്ലോ. Q1 ആയും 9-ാം പ്രാപ്താംഗത്തെ Q3. ഇപ്പൊ 9-ാം പ്രാപ്താംഗത്തെയാണ് എന്തെന്നറിയാൻ കണക്കാക്കുന്നത്? Q3 ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ Q1 എന്ന് പറയുമ്പോഴത്തേക്കും 3-ാം പ്രാപ്താംഗം അല്ലെ. 3-ാം പ്രാപ്താംഗത്തെയാണ് Q1 എന്ന് പറയുന്നത്. ഇനി നോക്കൂ, അതുപോലെ തന്നെ ഇപ്പൊ Q1 എന്ന് പറയുന്നത് എത്രയാണ്? ഈ 15നെയാണ് അല്ലെ. 15ആണ് കണക്കാക്കുന്നത്. ഇനി നോക്കൂ, അതുപോലെ തന്നെ 3-ാം പ്രാപ്താംഗം എന്ന് പറയുമ്പോൾ 9-ാം, അതായത് 33നെയാണ് 3-ാം Q3 ആയിട്ട് 9-ാം പ്രാപ്താംഗത്തെ
Q3 ആയി നമുക്ക് കണക്കാക്കാം. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഇവിടെ നോക്കാം. അപ്പൊ Q ഈസ് ഇക്വൽ ടു ഒമ്പതാം പ്രാപ്താങ്കം എന്ന് വെച്ചാൽ എത്രയാണ്? 33. ഒമ്പതാം പ്രാപ്താങ്കം മൈനസ് മൂന്നാം പ്രാപ്താങ്കം. അവിടെയാണ് നമ്മൾ എങ്ങനെ എടുത്തിരിക്കുന്നത്? Q3 എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, Q3 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ Q1 എന്ന് പറയുമ്പോൾ 15 ആണ് അല്ലെ? 15നെ Q1 ഇങ്ങനെ എഴുതുമ്പോൾ തെറ്റിപ്പോരുത്. 15 എന്ന് പറയുമ്പോൾ Q1 ആണ്. Q1 അപ്പൊ ഒമ്പതാം പ്രാപ്താങ്കം എത്രയാണ്? Q3 ആണ് കേട്ടോ. ഇനി നമുക്കത് കണക്കാക്കാം. അപ്പൊ ഒമ്പതാം പ്രാപ്താങ്കം മൈനസ് മൂന്നാം പ്രാപ്താങ്കം ഡിവൈഡ് ബൈ 2. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ നോക്കുക? ഒമ്പതാം പ്രാപ്താങ്കം 33 ആണ്. 30 Q3 33 മൈനസ് Q1 15 ഡിവൈഡ് ബൈ 2. അപ്പൊ എത്രയാണ്? 33 നിന്ന് 15 പോകുമ്പോൾ 18 കിട്ടും. ഡിവൈഡ് ബൈ 2 എത്രയാണ്? 9 ആണ്. 9 2 18 ആണ് അല്ലെ? ആൻസർ എത്ര കിട്ടും? 9 കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കിത് ഫോർമുല യൂസ് ചെയ്യുമ്പോൾ Q is equal to Q3 minus Q1 divided by 2 ആണ്. കുറച്ച് പ്രാപ്താങ്കങ്ങൾ തന്നിട്ടുണ്ട്. അതില് Q1 എന്ന് പറയുന്നത് മൂന്നാമത്തെ, ഇവിടെ നമ്മളെ മൂന്നാമത്തെ പ്രാപ്താങ്കത്തെയാണ് Q1 എന്ന് പറയുന്നത്. ഇനി ഒൻപതാമത്തെ പ്രാപ്താങ്കത്തെയാണ് നമ്മൾ Q3 ആയിട്ട് കണക്കാക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും? Q is equal to ഒമ്പതാമത്തെ പ്രാപ്താങ്കം മൈനസ് മൂന്നാമത്തെ പ്രാപ്താങ്കം ഡിവൈഡഡ് ബൈ 2 is equal to 33 minus 15 divided by 2. അപ്പൊ ആൻസർ 18/2 is equal to 9 എന്ന് നമുക്ക് കിട്ടും. സോ അപ്പൊ ഇങ്ങനെയാണ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണക്കാക്കുന്നത്. സോ അപ്പൊ നമ്മൾ ഇവിടെ ഒരു ക്ലാസ്സും ആവൃത്തിയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, നമ്മളിപ്പോൾ Q1 Q3 ഇവ മീഡിയൻ കണക്കാക്കുന്ന രീതിയിലാണ്. ആദ്യം മീഡിയൻ കണക്കാക്കുന്ന രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്ലാസ്സും ആവൃത്തിയും വെച്ച് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ കണക്കാക്കണം. മനസ്സിലായല്ലോ? അത് എങ്ങനെയാണ്? ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അവിടെ പഠിച്ചത്? Q is equal to Q3 minus Q1 divided by 2 എന്നറിയപ്പെടുന്ന രീതി. അതിനുശേഷം നമ്മൾ ഈ 2 3 അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. Q3 minus Q1 divided by 2 എന്നുള്ള ആദ്യം മീഡിയനിൽ കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ക്ലാസ്സും തന്നിട്ടുണ്ട്, ആവൃത്തിയും തന്നിട്ടുണ്ട്. സഞ്ചിതാവൃത്തി കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനെ ആഡ് ചെയ്ത് എഴുതി പോകുമ്പോൾ സഞ്ചിതാവൃത്തി കിട്ടും. അപ്പൊ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾ? അപ്പോൾ നമ്മൾ 50 എഴുതി. 50യും 200 കൂടെ കൂട്ടുമ്പോൾ 300 കിട്ടും. 300ഉം 500ഉം 800, 800ഉം 105 കൂടെ കൂടുമ്പോൾ 950 കിട്ടും. 950യും 50യും 1000 കിട്ടും. ഇങ്ങനെയാണ് സഞ്ചിതാവൃത്തി കണ്ടെത്തുന്നത്. അതിനുശേഷം നമ്മൾ പറയുന്നു Q3 ഇത് Q1 ആണ്. നെക്സ്റ്റ് ഈ നോക്കുമ്പോൾ ഇത് CFQ3യും ഇവിടെ CFQ1ഉം ആണ്. ഇത്രേ തരത്തുള്ളൂ. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസ്സും ആവൃത്തിയുമാണ് തന്നിരിക്കുമെങ്കിൽ ആദ്യം മീഡിയൻ രീതിയിൽ കണ്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് കാണാവുന്നതാണ്. അപ്പൊ ആ ഫോർമുലയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഫോർമുല Q3 എന്ന് വെച്ചാൽ 1Q3 is equal to 3/4 n മൈനസ്, അപ്പൊ നമ്മൾ ഇത് ഇവിടെ അതിനുശേഷം ഇവിടെ എന്ത് ചെയ്ത് ഇത് ടോട്ടൽ കൂട്ടുമ്പോൾ 1000 കിട്ടും കേട്ടോ. അതിനാണ് n is equal to പ്രാപ്താങ്കങ്ങൾ അല്ലെങ്കിൽ ആവൃത്തി ടോട്ടലാണ് 1000 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി Q3 എന്ന് വെച്ചാൽ LQ3 is equal to 3/4 n minus CFQ3 into I divided by FQ3. നമ്മൾ ഇതേ ഒരു ഫോർമുലയാണ്. അപ്പൊ ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വാർട്ടർ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അടുത്ത Q1 ആണെങ്കിൽ LQ3 is equal to n/4. n നമ്മൾ കിട്ടിക്കഴിഞ്ഞല്ലോ. n/4 മൈനസ് CFQ1 ഡിവൈഡഡ് ബൈ FQ1 into I. ഇത് ഫോർമുലയാണ്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ Q3 എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ് കിട്ടിയത്? 79.5 പ്ലസ് 70, അതായത് 750 മൈനസ് 300 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 20. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് അറിയാലോ? Q3 ആണ് 79.5 എന്ന് കിട്ടിയത്. അപ്പോൾ Q3 is equal to 79.5 പ്ലസ് 750 മൈനസ് 300 ഡിവൈഡഡ് ബൈ 500. ഇതൊക്കെ എളുപ്പമാണ് കാണാൻ, വേറെ ഒന്നുമില്ല. കാര്യം എങ്ങനെയാണ്? 1 LQ3 is equal to n/4. n/4 നമുക്ക് മനസ്സിലാക്കാത്ത എന്താണെന്ന്, n എന്താണെന്ന് കണ്ടു കഴിഞ്ഞു 4 മൈനസ് അതിൻ്റെ കൂടെ എന്ത് മൈനസ് ചെയ്യണം? CFQ1. അപ്പൊ നമ്മൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് എവിടെയാണ് CFQ1 എന്ന് പറയുന്നത്. CFQ1 കിടക്കുന്നുണ്ടല്ലോ. CFQ1 എന്ന് വെച്ചാൽ 50 ആണ്. ഡിവൈഡഡ് ബൈ FQ1. FQ1 ഇവിടെ എത്രയാണ്? 200 ആണ്. ഇത് ഞാനിവിടെ ഫോർമുലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്, നമ്മളിവിടെ പ്രോബ്ലത്തെ ചെയ്യേണ്ടത്. ഇൻറ്റു I ആണ്. നെക്സ്റ്റ് നോക്കുമ്പോൾ Q3 എന്ന് പറയുമ്പോൾ 79.5 പ്ലസ് 750 മൈനസ് 300 ഡിവൈഡ് ബൈ 500 എന്ന് കിട്ടും. ഇൻറ്റു 20. ഇതേ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്.
ഇനി നമ്മളപ്പോൾ ഈ 3 ഫോർമുല ഇപ്പൊ നമ്മൾ ഈ കാണിക്കുന്ന Q3 Q1 Q1 Q3 Q1 എന്ന് പറയുന്നത് ഇതേ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് ഫോർമുല ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു വലിയൊരു ആവൃത്തിയെ എന്ത് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ആവൃത്തി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മീഡിയത്തിനെ കാണണം. മീഡിയത്തിന് Q1 Q3 എന്നിവ മീഡിയയിൽ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ്? Q=Q3 - Q1/2. അതിനുശേഷം നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യണം. പിന്നെ നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, പ്രീവിയസ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ള ഫോർമുലാസ് ആണ്. അപ്പോൾ ഇനിയും നമ്മൾ ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ ഫോർമുല ചോദിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ കുറേ ഇപ്പം നമ്മൾ പറഞ്ഞു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ 3 വാല്യൂ പറഞ്ഞു. ഈ വാല്യൂവിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും കൂടെ പഠിച്ചു വരും. നമ്മൾ നേരത്തെ തന്നെ ഞാൻ 1-2 ഏകദേശം എഴുതി പറഞ്ഞു തന്നിട്ടുണ്ട്. മീൻ, മീഡിയൻ, മേഡ് ഏത് അവസരത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്നും ചെയ്യാതെ അവസരത്തിൽ അല്ലെ മൊത്തത്തിലുള്ള ആവൃത്തി വിതരണത്തെയൊക്കെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയോ ശീർഷ വരുമാന കണക്കോ ഒരു കുടുംബ വരുമാനം അല്ലെ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വലിയ റേഞ്ചൊക്കെ ഉള്ളതാണ് എങ്കിൽ നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് ഉപയോഗിച്ചിട്ടാണ്? റേഞ്ച്, അതുപോലെ തന്നെ ക്വാർട്ടൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ നമ്മൾ ഫസ്റ്റ്ലി പഠിച്ച റേഞ്ചും പഠിച്ചു, ക്വാർട്ടൽ ഡീവിയേഷനും പഠിച്ചു. അപ്പോൾ ക്വാർട്ടൽ ഡീവിയേഷൻ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ കഴിയും. മനസ്സിലായല്ലോ. അപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാർട്ടൽ ഡീവിയേഷൻസ് കുറച്ച് മെറിറ്റ്സുകളും ഡീമെറിറ്റ്സുകളും കൂടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ട്. സോ നെക്സ്റ്റ് അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ക്വാർട്ടൽ ഡീവിയേഷൻ ആണ്. ക്വാർട്ടൽ ഡീവിയേഷൻ അനുസരിച്ച് നമ്മൾ എങ്ങനെയാണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? നമ്മൾ Q3 / Q1 = 2 അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് അത് Q=Q3 ആദ്യം നമ്മൾ നോക്കേണ്ടത് Q3 - Q1/2. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ മറ്റൊരു ഫോർമുലയും കൂടി നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ കണ്ട ആ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാവുന്നതാണ്. അപ്പോൾ ക്ലാസ് തന്നിട്ടുണ്ട്, ആവൃത്തി, സഞ്ചിത ആവൃത്തി, ഇതെല്ലാം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അഥവാ Q3 - Q1/2 എന്ന് പറയുന്നത് സാധാരണ നമ്മൾ തുടക്കത്തിൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ Q3 എന്ന് പറയുന്നത് എന്താണ്? 18-നും 99-നും ഇടയിലാണ്. അപ്പം 97.5 ആണ് എന്താണെന്നറിയപ്പെടുന്നത് ഇവിടുത്തെ Q3 എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ Q1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 75.5 ആണ്, /2. നമ്മൾ സാധാരണ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 22 കിട്ടി. 22 - 2 = 11 എന്നിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ക്വാർട്ടൽ ഡീവിയേഷൻ കണക്കാക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ മറ്റൊരു ഫോർമുലയും കൂടെ യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഫോർമുലയും പഠിച്ചു വയ്ക്കുക. സാധാരണ ലെവലിൽ നമുക്ക് ആദ്യം മീഡിയൻ കണ്ടതിന് ശേഷം എന്ത് ചെയ്യാം? ക്വാർട്ടൽ ഡീവിയേഷൻ കാണാവുന്നതാണ്. അല്ല എങ്കിൽ നേരത്തെ നമ്മൾ 2 ഫോർമുലാസും കൂടെ യൂസ് ചെയ്തായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി റേഞ്ചും ക്വാർട്ടൽ ഡീവിയേഷനും പഠിച്ചു കഴിഞ്ഞു. എളുപ്പമാണല്ലോ പഠിക്കാൻ. ഇനി നമ്മൾ തേർഡ് പഠിക്കാൻ പോകുന്നത് മീൻ ഡീവിയേഷൻ ആണ്. അപ്പോൾ എന്താണ് മീൻ ഡീവിയേഷൻ എന്ന് നോക്കാം. മീൻ ഡീവിയേഷൻ എന്നാൽ പ്രാപ്താംഗങ്ങൾക്ക് മീനിൽ നിന്നുള്ള വ്യതിയാനങ്ങളുടെ ഗതി എന്താണ്? ശരാശരിയാണ്. അപ്പോൾ ഏതിൽ നിന്നുള്ള ശരാശരിയാണ്? മീൻ ഡീവിയേഷൻ എന്നാൽ പ്രാപ്താംഗങ്ങൾക്ക് മീനിൽ നിന്നുള്ള വ്യതിയാനങ്ങളുടെ ശരാശരിയാണ്. മീനിൽ നിന്നുള്ള വ്യതിയാനങ്ങളുടെ ശരാശരിയാണ് മീൻ ഡീവിയേഷൻ. അപ്പോൾ ഓരോ പ്രാപ്താംഗത്തിനും മീനിൽ നിന്നുള്ള വ്യതിയാനങ്ങളെ കണ്ടിട്ട് അവയുടെ ശരാശരി വില നിർണ്ണയിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധാരണ ചെയ്യാവുന്നത്. എന്നാൽ ഈ വ്യതിയാനങ്ങൾ അധിക സാധ്യതകളോ ന്യൂന സാധ്യതകളോ ആകാമല്ലോ അല്ലെ. ഒന്നെങ്കിൽ അധിക സാധ്യതയാകാം, അല്ലെങ്കിൽ ന്യൂന സാധ്യതകളും ആകാം. അതുകൊണ്ട് തന്നെ രണ്ടായാലും അത് വ്യതിയാനത്തെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ എന്താണ്? ചിഹ്നം പരിഗണിക്കാതെയാണ് നമ്മൾ മീൻ ഡീവിയേഷൻ കണക്കാക്കുന്നത്. അപ്പോൾ ഈ വ്യതിയാനം വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ മീൻ ഡീവിയേഷൻ കാണുമ്പോൾ എന്ത് ചെയ്യും? ചിഹ്നം പരിഗണിക്കാതെയാണ് മീൻ ഡീവിയേഷൻ കണക്കാക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ പ്രാപ്താംഗത്തിനെ വർഗീകരിക്കാതെ മീൻ ഡീവിയേഷൻ കാണുന്നതിനുള്ള ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? പ്രാപ്താംഗത്തെ വർഗീകരിക്കാതെയുള്ള മീൻ ഡീവിയേഷൻ കാണുന്നതിനുള്ള ഫോർമുല. അപ്പോൾ ഏത് സമയത്താണ് നമ്മൾ മീൻ ഡീവിയേഷൻ ഉപയോഗിക്കുന്നത്? എന്താണ് മീൻ ഡീവിയേഷൻ? മീൻ ഡീവിയേഷൻ എന്നാൽ പ്രാപ്താംഗങ്ങൾക്ക് മീനിൽ നിന്നുള്ള വ്യതിയാനങ്ങളുടെ ശരാശരി. എന്താണ്? പ്രാപ്താംഗങ്ങൾക്ക് മീനിൽ നിന്നുള്ള വ്യതിയാനങ്ങളുടെ ശരാശരിയാണ് മീൻ ഡീവിയേഷൻ. അപ്പൊ നമുക്ക് നോക്കാം. ഓരോ പ്രാപ്താംഗത്തിനും മീനിൽ നിന്നുള്ള വ്യതിയാനങ്ങളെ നമ്മൾ ആദ്യം കണ്ടിട്ട് അവരുടെ ശരാശരി വില കാണും അല്ലെ. മീനിൽ നിന്നുള്ള വ്യതിയാനങ്ങളുടെ
വ്യതിയാനം ആദ്യം കാണൂ. എന്താണ് പ്രാപ്താംഗങ്ങൾക്ക് മീനിൽ നിന്നുള്ള വ്യതിയാനം? അവ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവയുടെ ശരാശരി വില നിർണ്ണയിക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഏത് ലെവലിൽ കണ്ടു കഴിഞ്ഞാലും വ്യതിയാനങ്ങൾക്ക് ഒന്നെങ്കിൽ സാധ്യതകളോ അധിക സാധ്യതകൾ വരാം, അല്ലെങ്കിൽ ന്യൂന സാധ്യതകളും ഉണ്ടാകാം. അപ്പൊ രണ്ടായാലും നമ്മൾ എന്ത് ചെയ്യും? വ്യതിയാനങ്ങൾ എന്തായാലും ഇവയ്ക്ക് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ചിഹ്നം പരിഗണിക്കാതെയാണ് മീൻ ഡീവിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ വ്യതിയാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ചിഹ്നം പരിഗണിക്കാതെയാണ് മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നോക്കൂ, പ്രാപ്താംഗങ്ങൾ വർഗീകരിക്കാതെ മീൻ ഡീവിയേഷൻ കാണുന്നതിനുള്ള ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് എങ്ങനെയാണ്? എം ഡി എന്ന് വെച്ചാൽ എന്താ? മീൻ ഡീവിയേഷൻ ഈസ് ഇക്വൽ ടു സിഗ്മ x1 ഡിവൈഡഡ് ബൈ n. എന്താണ്? എം ഡി എന്ന് വെച്ചാൽ മീൻ ഡീവിയേഷൻ ആണ്. സോ മീൻ ഡീവിയേഷൻ ഈസ് ഇക്വൽ ടു സിഗ്മ x1 ഡിവൈഡഡ് ബൈ n. ഒന്നുകൂടെ പറഞ്ഞേ. അപ്പോൾ മീൻ ഡീവിയേഷൻ ഈസ് ഇക്വൽ ടു സിഗ്മ x1 ഡിവൈഡഡ് ബൈ n എന്നുള്ള ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മീൻ ഡീവിയേഷൻ കണക്കാക്കുന്നത്. അപ്പൊ ഏത് അവസരത്തിലാണ് നമ്മൾ മീൻ ഡീവിയേഷൻ ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ? വ്യതിയാനങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിഹ്നം പരിഗണിക്കാതെയാണ് നമ്മൾ മീൻ ഡീവിയേഷൻ കണക്കാക്കുന്നത്. ഇനി മീൻ ഡീവിയേഷൻ കണക്കാക്കുമ്പോൾ പ്രാപ്താംഗങ്ങളുടെ വർഗീകരിക്കാതെ, പ്രാപ്താംഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യത്തില്ല? വർഗീകരിക്കാതെയുള്ള മീൻ ഡീവിയേഷൻ കാണുന്നതിനുള്ള ഫോർമുലയാണ് എം ഡി ഇസ് ഇക്വൽ ടു സിഗ്മ x1 ഡിവൈഡഡ് ബൈ n എന്നറിയപ്പെടുന്ന ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾ? ക്വാർട്ടൽ ഡീവിയേഷൻ കാണാനാണ്. ക്വാർട്ടൽ ഡീവിയേഷൻ കാണുന്നതിൽ ആദ്യത്തെ ഫോർമുല എന്താണ് നമ്മൾ പഠിച്ചത്? Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. അപ്പൊ ആ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് സാധാരണ ലെവൽ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ രണ്ട് ഫോർമുല പഠിച്ചു. ഇതിനുശേഷം നമ്മൾ മീൻ ഡീവിയേഷൻ പഠിച്ചു. മീൻ ഡീവിയേഷൻ ഏത് അവസരത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ? മീൻ ഡീവിയേഷൻ എന്നാൽ പ്രാപ്താംഗങ്ങൾക്ക് മീനിൽ നിന്നുള്ള വ്യതിയാനത്തിന്റെ ശരാശരി കണക്കാക്കുന്നതിനാണ് യൂസ് ചെയ്യുന്നത്. മീൻ ഡീവിയേഷൻ കാണുക. അപ്പൊ നമ്മളിവിടെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? മീൻ ഡീവിയേഷൻ എന്നാൽ പ്രാപ്താംഗങ്ങൾ മീനിൽ നിന്നുള്ള വ്യതിയാനമാണ്. അപ്പൊ ഇവിടെ പ്രാപ്താംഗത്തിൽ നിന്നും മീനിൽ നിന്നുള്ള വ്യതിയാനം നമ്മൾ ആദ്യം കണ്ടിട്ട് അവയുടെ ശരാശരി വില നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും ചില ന്യൂന സാധ്യതകളോ അധിക സാധ്യതകളോ ഒക്കെ വരും. എന്തായാലും വ്യതിയാനത്തിന് ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ചിഹ്നം പരിഗണിക്കാതെയാണ് നമ്മൾ ഇവയെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രാപ്താംഗങ്ങൾ വർഗീകരിക്കാതെ മീൻ ഡീവിയേഷൻ കണക്കാക്കുന്നതിനുള്ള ഫോർമുലയാണ് എം ഡി ഇസ് ഇക്വൽ ടു സിഗ്മ x1 ഡിവൈഡഡ് ബൈ n എന്നറിയപ്പെടുന്ന ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ മീൻ ഡീവിയേഷൻ കണക്കാക്കാവുന്നതാണ്. നമുക്കിനി ഇവിടെ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ എം ഡി അഥവാ മീൻ ഡീവിയേഷൻ ഇസ് ഇക്വൽ ടു സിഗ്മ x1 ഡിവൈഡഡ് ബൈ n. അപ്പൊ ഈ ഇക്വേഷൻ പറയാറിയാലോ? അപ്പൊ ഇവിടെ x1 എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ പ്രാപ്താംഗത്തിനും മീനിൽ നിന്നുള്ള വ്യതിയാനം. മീനിൽ നിന്ന് ഓരോ പ്രാപ്താംഗത്തിന് വ്യതിയാനം ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ മീനിൽ നിന്നുള്ള വ്യതിയാനത്തെ സൂചിപ്പിക്കുന്നതിനാണ് x1 യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ മീൻ നമുക്ക് സാധാരണയായിട്ട് മീൻ കണക്കാക്കുന്ന പോലെ ആദ്യം ജസ്റ്റ് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുവാണ്. കുറച്ച് പ്രാപ്താംഗങ്ങളെ തന്നിട്ടുണ്ട്. അപ്പൊ എത്ര പ്രാപ്താംഗങ്ങളാണ് തന്നിട്ടുള്ളത്? നമ്പർ എത്ര? 8 ആണ്. അപ്പൊ പ്രാപ്താംഗങ്ങൾ നമ്മൾ 8, 10, 12, 14, 16, 18, 20, 22 ഇത് പ്രാപ്താംഗങ്ങൾ. ടോട്ടൽ എത്രയാണ്? 8 എണ്ണമാണ്. നമുക്കറിയാലോ. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യും? ഈ ടോട്ടൽ നമ്പേഴ്സിനെ, ഈ 8 പ്രാപ്താംഗങ്ങളെ നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 8. ആൻസർ എത്രയാണ്? 15 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആൻസർ എത്രയാണ്? 15. ഓൾറെഡി നമ്മൾ മീൻ പഠിച്ചപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മീൻ എങ്ങനെയാണ് കണക്കാക്കുന്നത് കണ്ടു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇനി നമുക്ക് പ്രാപ്താംഗങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ? പ്രാപ്താംഗങ്ങളാണ് നമ്മൾ ഈ പറയുന്ന നേരത്തെ തന്ന ഈ പ്രാപ്താംഗങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ എത്രയാണ് ഇവിടെ? ഞാൻ ടോട്ടൽ അല്ല എഴുതിയിരിക്കുന്നത്. എത്ര എണ്ണമാണ് ഉള്ളത്? 8 പ്രാപ്താംഗങ്ങളാണ് ഉള്ളത്. അതിനുശേഷം മീനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാം മീനുകളാണ്. കാര്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്ത മീനുകളാണ് ഈ ഓരോന്നും എഴുതിയിരിക്കുന്നത്. അല്ലെ, വേറെ ഒന്നുമല്ല, മീനാണ്, M ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി x എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ അർത്ഥമാക്കുന്നത്? x1 എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് മീനിൽ നിന്നുള്ള വ്യതിയാനത്തെയാണ്. അപ്പൊ നമ്മൾ മീനിൽ നിന്നുള്ള വ്യതിയാനം എങ്ങനെ കണക്കാക്കുന്നത്? ഈ 15 മൈനസ് 8 ആണ് -7 അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെ മൈനസും ഉണ്ട്, ഇല്ലാതെ പ്ലസും ഉണ്ട്. മൈനസിലും പ്ലസിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് മീനിൽ നിന്നുള്ള വ്യതിയാനം x1 ഉണ്ട്, എക്സിലും കണക്കാക്കിയിട്ടുണ്ട്. എക്സിൽ നമ്മൾ മൈനസ് യൂസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. -7, -5, -3 ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അറിയാലോ. 8 മൈനസ് 15 അപ്പോൾ മൈനസ് വന്നേ. 10 മൈനസ് 15 അപ്പൊ -5 വന്നു. 12 മൈനസ് 15 -3 വന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ അതുപോലെ തന്നെ പ്ലസും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പൊ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ വ്യക്തമായിട്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ x1 എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്ന? ഓരോ പ്രാപ്താംഗത്തിൽ നിന്നും മീനിലുള്ള വ്യതിയാനമാണ്. അപ്പൊ നമുക്ക് അതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ടോട്ടൽ എടുക്കും. ടോട്ടൽ എങ്ങനെ എടുക്കുന്നത്? x1 = 32. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 32 കിട്ടും.
മനസ്സിലായില്ല? ഇനി നമുക്കറിയാം, ഇനി നമ്മൾ പോകാൻ പോകുന്ന MD എന്ന് വെച്ചാൽ മീൻ ഡീവിയേഷൻ ഈസ് ഇക്വൽ ടു സിഗ്മ x1 ഡിവൈഡഡ് ബൈ n. ഇവിടെ വെച്ചിട്ട് നമുക്ക് 32 നമുക്ക് കിട്ടിയത്, അഥവാ x1 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 32 ആണ്. പിന്നെ 8 എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ, പ്രാപ്താംഗങ്ങളുടെ എണ്ണമാണ് 8. ഇനി നമുക്ക് ഈസി ആയിട്ട് കാണാം. 32 ഡിവൈഡഡ് ബൈ 8 എത്രയാണ്? ആൻസർ 4 ആണ്. അപ്പൊ ഇങ്ങനെയാണ് സാധാരണ ലെവലിൽ നമ്മൾ മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും പ്രാപ്താംഗങ്ങൾക്ക് മീനിൽ നിന്ന് വ്യതിയാനം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ചിഹ്നം യൂസ് ചെയ്യാതെയാണ് നമ്മൾ മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് MD = സിഗ്മ x1 ഡിവൈഡഡ് ബൈ n. ഇവിടെ x ഉണ്ട് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഓരോ പ്രാപ്താംഗത്തിനും മീനിൽ നിന്നുള്ള വ്യതിയാനത്തെ സൂചിപ്പിക്കുന്നു. മനസ്സിലായല്ലോ? അങ്ങനെ നമുക്ക് ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. സോ അപ്പോൾ നമ്മൾ മീൻ ഡീവിയേഷൻ കാണുന്നതിനുള്ള ഒരു പ്രോബ്ലം ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ. അപ്പോൾ ഇവിടെ MD = അപ്പോൾ നമുക്ക് മറ്റൊരു ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മീൻ ഡീവിയേഷൻ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഇനി ഇവിടെ നമ്മൾ വേറൊന്നുമല്ല, ഇവിടെ നമ്മൾ മീൻ ഡീവിയേഷൻ കണക്കാക്കുമ്പോൾ ആവൃത്തി യൂസ് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ ക്ലാസ് മാത്രമേ തന്നിരുന്നിട്ടുള്ളൂ. ക്ലാസ്സും തന്നു, പ്രാപ്താംഗങ്ങളും തന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ആവൃത്തി കൂടി തന്നിരിക്കും. മനസ്സിലായല്ലോ? പക്ഷെ നിങ്ങളിവിടെ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ക്ലാസ് തന്നിരിക്കുവാണ്. ഇപ്പോൾ ക്ലാസ് തന്നിട്ടുണ്ട്, ടോട്ടൽ നമ്പർ. അപ്പോൾ നമുക്ക് അവിടെ എന്തിൻ്റെ കണക്ക്? ഇപ്പോൾ നമ്മളിവിടെ 3, 4, 5, 6 എണ്ണം ഉണ്ട് അല്ലേ? ഇപ്പോൾ പ്രാപ്താംഗങ്ങൾ എണ്ണം 6 ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സും തന്നിട്ടുണ്ട്, പ്രാപ്താംഗങ്ങൾ എണ്ണവും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ മീൻ കാണണം. മീൻ കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ മീൻ എത്രയാണ്? ഇപ്പോൾ ഇവിടെ ഞാനത് ചെയ്തിട്ടില്ല, കാര്യം നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. ഇവിടെ നിന്ന് നമ്മൾ മീൻ സ്വയം നിങ്ങൾ കണ്ടെത്തണം. കണ്ടെത്തുമ്പോൾ നമുക്ക് മീൻ എത്ര കിട്ടും? 36 കിട്ടും. മീൻ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? പ്രാപ്താംഗങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ 6 ആണ്. പ്രാപ്താംഗങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മീൻ കണ്ടു, പക്ഷെ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ 36 കിട്ടി. മനസ്സിലായല്ലോ? ഇനി ഇവിടെ അധികമായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ഇക്വേഷൻ പ്രകാരം ഫ്രീക്വൻസി വന്നു, അഥവാ ആവൃത്തി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ മാറുവാണ്. അതായത് മീൻ ഡീവിയേഷൻ ഈസ് ഇക്വൽ ടു സിഗ്മ fx1 എന്ന് വെച്ചാൽ ഫ്രീക്വൻസിയും കൂടി ഇൻക്ലൂഡ് ചെയ്തു, അഥവാ ആവൃത്തിയും കൂടി പ്രാപ്താംഗങ്ങളുടെ എണ്ണത്തിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്തു. fx1 ഡിവൈഡഡ് ബൈ n നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ x1 എന്ന് വെച്ചാൽ മീനിൽ നിന്നുള്ള പ്രാപ്താംഗത്തിന്റെ വ്യതിയാനം നമുക്ക് അറിയാവുന്നതാണ്. f എന്ന് വെച്ചാൽ ഓരോ ക്ലാസിന്റെയും ആവൃത്തിയെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ക്ലാസ് തന്നിട്ടുണ്ട് അല്ലെ, ആവൃത്തിയും തന്നിട്ടുണ്ട്. അപ്പൊ ആവൃത്തിയും തരും, ക്ലാസ്സും തരും. അങ്ങനെയാണെങ്കിൽ മധ്യബിന്ദു എന്ത് ചെയ്യണം? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. ഇവിടെ 20-നും 24-നും ഇടയിൽ 22 ആണ് മധ്യബിന്ദു. 25-നും 29-നും ഇടയിൽ 27, 30-നും 34-നും ഇടയിൽ 32, 35-നും 39-നും ഇടയിൽ 37, 40-നും 44-നും ഇടയിൽ 42, 45, 49, 47. ഇങ്ങനെ മധ്യബിന്ദുക്കളെ നമ്മൾ കണ്ടെത്തി. മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ ക്ലാസ്സും ആവൃത്തിയും തന്നിട്ടുണ്ട്, മധ്യബിന്ദു നമ്മൾ കണ്ടെത്തണം, മീൻ ഓൾറെഡി നമ്മൾ കണ്ടെത്തണം. മീൻ കണ്ടെത്താൻ ഇനി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം പ്രാപ്താംഗങ്ങൾ എത്രയാണ് ആഡ് ചെയ്യണം. എത്ര പ്രാപ്താംഗങ്ങൾ ഉണ്ടോ, ഇപ്പൊ നമുക്കിവിടെ പ്രാപ്താംഗങ്ങൾ എണ്ണം തന്നിട്ടുണ്ട്. ഇതിനെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ, ഇപ്പൊ 6 നമ്പറാണ്. അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടും. ഇത് നമുക്ക് അങ്ങനെ കിട്ടിയതിനെയാണ് ഞാൻ ഈ കാര്യം നിങ്ങൾ കണ്ടുപിടിക്കുക. 36 എന്താണെന്ന് ചോദിക്കാം. അങ്ങനെ എനിക്ക് മീൻ കിട്ടി, അവിടെ നിന്നാണ് ഞാൻ ഈ 36 എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ അവിടേക്ക് ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അടുത്ത നെക്സ്റ്റ്, മീനിൽ നിന്നുള്ള വ്യതിയാനം. മീനിൽ നിന്നുള്ള വ്യതിയാനം കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മീൻ ഏതാണ്? 36 ആണല്ലോ എന്നുള്ള വ്യത്യാസം ഉദ്ദേശിക്കുന്നത്. 36-ൽ നിന്ന് 22 മധ്യബിന്ദു എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ 36-ൽ നിന്നും 22 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 14 കിട്ടും. അങ്ങനെ 36-ൽ നിന്നും 27, 36-ൽ നിന്ന് 32, ഇങ്ങനെ ഓരോന്നും മൈനസ് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മീനിൽ നിന്നുള്ള വ്യതിയാനം നമുക്ക് ഇവിടെ കിട്ടിയത്. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെയാണ് മീനിൽ നിന്നുള്ള വ്യതിയാനം കാണുന്നത്? എങ്ങനെയാണ്? മീനിനെ മധ്യബിന്ദുവുമായിട്ട് മൈനസ് ചെയ്യണം. മീനിനെ മധ്യബിന്ദുവായിട്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നും മീനിൽ നിന്നുള്ള വ്യതിയാനം x1 കിട്ടും. ഇനി നമ്മൾ കാണേണ്ടത് fx1 ആണ്. fx1 എന്ന് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഈ 14, അതായത് മീനിൽ നിന്നുള്ള വ്യതിയാനമാണ് 14-നെ ആരുമായിട്ട് നമ്മൾ ഇൻഡു ചെയ്യും? നോക്കൂ, നമ്മൾ 5-മായിട്ട്. അപ്പൊ 5 നമ്മൾ ഇവിടെ എവിടെയാണ്? ആവൃത്തിയാണ് അല്ല, അതല്ലേ കാണേണ്ടത്. അത് fx1 എന്ന് വെച്ചാൽ 14 × 5. അപ്പൊ 14 × 14 0, ശിഷ്ടം 2 ആണ്, 5 7 അല്ലെ, 70 കിട്ടി. അപ്പൊ നമ്മൾ എങ്ങനെ 17 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ 14 × 5 അഥവാ x1 × 5 f ആണ് 70. ഇനി അടുത്ത കാണാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ x1 വെച്ചിട്ട് നമ്മൾ 10 × 9, അതുപോലെ തന്നെ 4 × 25 × 4,
30 × 1, 20 × 6, 10 × 11 ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ കണ്ടെത്തി. അതാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്, fx1 എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ടോട്ടൽ എടുക്കും. അപ്പൊ നമ്മൾ 520 കിട്ടും. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 520 കിട്ടും അല്ലെ. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 520 അല്ലേ കിട്ടണേ, 520. അതാണ് സിഗ്മ fx1. അപ്പൊ നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും, കീ കിട്ടിയ മീൻ ഡീവിയേഷൻ എന്ന് വെച്ചാൽ സിഗ്മ fx1 ഡിവൈഡഡ് ബൈ n എത്രയാണ് നമ്മളിവിടെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. കാര്യം ആവൃത്തി നമുക്ക് തന്നിട്ടുണ്ട്, ടോട്ടൽ ആവൃത്തിയാണ് 100. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും. മനസ്സിലായല്ലോ. ഇനി നമ്മൾ സിഗ്മ fx1 കിട്ടിക്കഴിഞ്ഞു, 520 ഡിവൈഡഡ് ബൈ 100. അപ്പൊ 520 ഡിവൈഡഡ് ബൈ 100 എത്രയാണ് നമുക്കറിയാം, എത്രയാണ് 5/2, 5.2 എന്ന് നമുക്ക് ആൻസർ മീൻ ഡീവിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് എളുപ്പമല്ലേ. ഇവിടെ വേറൊന്നുമില്ല, മറ്റൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് അധികമായിട്ട് വന്നത് ആവൃത്തി കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ ഡീവിയേഷൻ കാണുന്നത് വ്യത്യാസമാണ്. വേറൊന്നുമല്ല, ഇവിടെ നമ്മൾ സിഗ്മ എഫ് കൂടി യൂസ് ചെയ്യും. സാധാരണ നമ്മൾ സിഗ്മ x1 ഡിവൈഡഡ് ബൈ n എന്നേ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ എഫും കൂടെ, അതായത് ഫ്രീക്വൻസിയും കൂടെ ആഡ് ചെയ്യും അല്ലേ. അപ്പൊ നമ്മൾ ഫ്രീക്വൻസി ആഡ് ചെയ്യുമ്പോൾ മീനിൽ നിന്നുള്ള വ്യതിയാനവും ഫ്രീക്വൻസിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ വ്യതിയാന ആവൃത്തി അഥവാ fx1 കിട്ടും. അല്ല എങ്കിൽ മീനിൽ നിന്ന് മധ്യബിന്ദു കുറയ്ക്കുമ്പോഴത്തേക്കാണ്, മീനിൽ നിന്നുള്ള വ്യതിയാനമായിട്ടുള്ള x1 കിട്ടുന്നത്. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മീൻ ഡീവിയേഷൻ ആവൃത്തി ഇല്ലാതെയും കാൽക്കുലേറ്റ് ചെയ്യാം, ആവൃത്തിയോടുകൂടി കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡ്. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്, ഡിസ്പെർഷനിൽ അത് വ്യതിയാന അളവുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രധാനമായ റേഞ്ചിനെ മനസ്സിലാക്കി, ക്വാർട്ടർ ഡീവിയേഷൻ മനസ്സിലാക്കി, മീൻ ഡീവിയേഷൻ മനസ്സിലാക്കി. നെക്സ്റ്റ് വരുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പം നമ്മൾ ഇത്രയും നേരം വ്യതിയാനങ്ങളുടെ അളവുകളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. വ്യതിയാന വ്യാപ്തിയുടെ അളവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അളവുകോലാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് വിതരണ വ്യതിയാനത്തിന്റെ വ്യതിയാനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്നത്. ഇതില് നോക്കൂ. അപ്പൊ ഇതിലും മീനിൽ നിന്നാണ് വ്യതിയാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആദ്യം കാണുന്ന എന്താ, മീനിനെ കണ്ടിട്ട് അതിൽ നിന്നുമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ നമ്മൾ മീൻ ഡീവിയേഷൻ നമ്മളാണല്ലോ കണ്ടത്. ആദ്യം മീനിനെ കണ്ടതിന് ശേഷം പിന്നെ അതിൽ നിന്നുമാണ് മീൻ ഡീവിയേഷൻ കാണുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണ്, ആദ്യം നമ്മൾ മീൻ കണ്ടതിന് ശേഷം അവിടെ നിന്നാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ മീനിൽ നിന്നുള്ള പ്രാപ്താംഗ വ്യതിയാനങ്ങളുടെ വർഗങ്ങളുടെ ശരാശരി വിലയുടെ വർഗ്ഗമൂലമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? മീനിൽ നിന്നുള്ള പ്രാപ്താംഗ വ്യതിയാനങ്ങളുടെ വർഗങ്ങളുടെ ശരാശരി വിലയുടെ വർഗ്ഗമൂലമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? മീനിൽ നിന്നുള്ള പ്രാപ്താംഗ വ്യതിയാനങ്ങളുടെ വർഗങ്ങളുടെ ശരാശരി വിലയുടെ വർഗ്ഗമൂല്യമാണ് എന്തെന്നറിയപ്പെടുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നറിയപ്പെടുന്നത്. ഒക്കെ നോക്കൂ. ഇനി വ്യതിയാന വർഗങ്ങളുടെ ശരാശരി മീനിനെ വേരിയൻസ് എന്നാണ് പറയുന്നത്. വ്യതിയാന വർഗങ്ങളുടെ ശരാശരി മീനിനെ ഏതാ അറിയപ്പെടുന്നത്? വേരിയൻസ് അഥവാ വ്യതിയാനം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് വേരിയൻസിന്റെ വർഗ്ഗമൂല്യം എന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷന് നമുക്ക് എന്ത് ചെയ്യാം, നിർവചിക്കാം. വേരിയൻസിന്റെ അല്ലെങ്കിൽ വർഗ്ഗമൂല്യം എന്നും നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നിർവചിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മീൻ കണക്കാക്കും, അതിനുശേഷമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നത്. അപ്പോൾ ഇവിടെ മീനിൽ നിന്നുള്ള പ്രാപ്താംഗ വ്യതിയാനങ്ങളുടെ വർഗ്ഗം, മീനിൽ നിന്നുള്ള പ്രാപ്താംഗ വ്യതിയാനങ്ങളെ കാണാൻ നമുക്കറിയാലോ, അറിയാം. അപ്പോൾ മീനിൽ നിന്നുള്ള പ്രാപ്താംഗ വ്യതിയാനങ്ങളുടെ ശരാശരി വിലയുടെ വർഗ്ഗമൂല്യമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീനിൽ നിന്നുള്ള പ്രാപ്താംഗ വ്യതിയാനങ്ങളുടെ വർഗ്ഗങ്ങളുടെ ശരാശരി വിലയുടെ വർഗ്ഗമൂലമാണ് എന്തെന്നറിയപ്പെടുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏതോ ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ വച്ചിരിക്കുകയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമുല. അഥവാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ x1, അതായത് ഇവിടെ റൂട്ട് ഓഫ് ആണ് കേട്ടോ, റൂട്ട് ഓഫ് സിഗ്മ x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ n ആണ്. അവിടെ നമ്മൾ സിഗ്മ ബ്രാക്കറ്റ് ഓഫ് x1 സ്ക്വയർ ആണ്, ബ്രാക്കറ്റ് ഓഫ് x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ n. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന ഫോർമുല റൂട്ട് ഓഫ് സിഗ്മ ബ്രാക്കറ്റ് ഓഫ് x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ n ആണ്. ബ്രാക്കറ്റ് ഓഫ് x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ n എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നതിനുള്ള ഫോർമുല. ഇതിൽ x1 എന്ന് വെച്ചാൽ എന്താ, മീനിൽ നിന്നുള്ള ഓരോ പ്രാപ്താംഗത്തിന്റെയും വ്യതിയാനം. അപ്പൊ നമ്മളിപ്പോൾ മീൻ ഡീവിയേഷനിലും അങ്ങനെ തന്നെയാണ് കണ്ടത്. x1 കാണുമ്പോൾ എന്താ, മീനിൽ നിന്നുള്ള ഓരോ പ്രാപ്താംഗത്തിന്റെയും വ്യതിയാനമാണ് മനസ്സിലാക്കുന്നത്. n എന്ന് വെച്ചാൽ പ്രാപ്താംഗത്തിന്റെ എണ്ണം, അതും നമുക്കറിയാം. SD എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഈ ഒരു സിമ്പലാണ്. അപ്പൊ സിഗ്മ പോലത്തെ ഒരു സിമ്പൽ തന്നെയാണ് ഇതും. ഇവിടെ ഈ അടയാളത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഇത് സിഗ്മ എന്നുള്ള ഇവിടെ ഈ അടയാളത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണ്? സിഗ്മ എന്ന് തന്നെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ചിഹ്നത്തെ നമ്മൾ, അതായത് ഈ ചിഹ്നം ഉപയോഗിച്ചിട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ചിഹ്നത്തെ എന്താ വിളിക്കുന്നത്? സിഗ്മ എന്നാണ് ഈ ഒരു ചിഹ്നത്തെ നമ്മൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കാണുന്ന ഫോർമുല ഒന്നുകൂടി നിങ്ങൾ പഠിക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ ബ്രാക്കറ്റ് ഓഫ് x1² ഡിവൈഡഡ് ബൈ n എന്നറിയപ്പെടുന്ന ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നതിന് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മീൻ കാണും. അപ്പോൾ ഇവിടെ കുറച്ച് പ്രാപ്താംഗങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര പ്രാപ്താംഗങ്ങളാണ്? 5 പ്രാപ്താംഗങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? 16 + 18 + 20 + 22 + 24 ഇത് പ്രാപ്താംഗങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. ഇതിന് നമ്മൾ ടോട്ടൽ ചെയ്യണം. ഡിവൈഡഡ് ബൈ നമ്പർ എത്രയാണ്? 5 ആണ്. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 20. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാലോ? മീൻ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് 20 കിട്ടും. ഇനി നമ്മൾ പ്രാപ്താംഗം തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രാപ്താംഗം? 5 പ്രാപ്താംഗങ്ങൾ തന്നിട്ടുണ്ട്. 16, 18, 20, 22, 24 എന്നിങ്ങനെ 5 പ്രാപ്താംഗങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രാപ്താംഗങ്ങൾ കിട്ടി. അവിടെ എത്ര നമ്പർ? 5 ആണ്. ഇനി മീൻ നമുക്ക് കണ്ട് കിട്ടിയത് തന്നെയാണ്. നമ്മൾ മീനിനെ കണക്കാക്കി ആ മീൻ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി മീനിൽ നിന്നുള്ള വ്യതിയാനം എങ്ങനെയാണ്? മീനിൽ നിന്നുള്ള വ്യതിയാനം കാണുന്നത്? നമ്മൾ 60 - 20 അല്ലെങ്കിൽ 16 എന്ത് ചെയ്തു? പ്രാപ്താംഗത്തെ മീനുമായിട്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -4 കിട്ടും. ഇനി 18 - 20 ആണ് -2. 20 - 20 0 ആണ്. 22 - 20 +2 ആണ്. +2 എന്നാണ് എഴുതിയിരിക്കുന്നത്, മൈനസ് അല്ല കേട്ടോ. അടുത്ത 24നെ 20 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എത്ര കിട്ടും? +4 ആണ് കിട്ടണം. അപ്പോൾ മൈനസ് അല്ലാത്തതുകൊണ്ട് പ്ലസ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് വ്യതിയാന വ്യാപ്തികളാണ്. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെയാണ് കണക്കാക്കിയെന്ന് നോക്കാം അല്ലെ. നമുക്ക് മൈനസ് ചെയ്തപ്പോൾ ഇവ തമ്മിൽ മൈനസ് ചെയ്തപ്പോഴാണ് മീനിൽ നിന്നുള്ള വ്യതിയാനം കിട്ടിയത്. ഇനി x1 നമ്മൾ എങ്ങനെയാ കാണുന്നതെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അടുത്ത നമ്മൾ നോക്കുന്നത് വ്യതിയാന വർഗങ്ങളാണ്. വ്യതിയാന വർഗങ്ങൾ. സോ അപ്പൊ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ പ്രാപ്താംഗം കണ്ടു കഴിഞ്ഞു, മീനിൽ നിന്നുള്ള വ്യതിയാനം കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് വ്യതിയാന വർഗങ്ങളാണ്. അപ്പൊ നമ്മളിവിടെ വേറൊന്നുമില്ല, ഈ മീനിന്റെ വർഗം നോക്കണം. അപ്പൊ 4ന്റെ വർഗം എത്രയാണ്? 16 ആണ്. -2ന്റെ വർഗം 4 ആണ്. 2ന്റെ പിന്നെ +2ന്റെ വർഗം 4. 4ന്റെ വർഗമൂല്യം അല്ലെങ്കിൽ വർഗം എത്രയാണ്? 16 ആണ്. മനസ്സിലായല്ലോ? അപ്പൊ വ്യതിയാന വർഗങ്ങൾ എന്ന് വെച്ചപ്പോൾ നമ്മൾ x1 എന്ന് പറയുന്നത് മീനിൽ നിന്നുള്ള വ്യതിയാനമാണ്. ഈ x1 എങ്ങനെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ മീനിനെ പ്രാപ്താംഗമായിട്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? x1 കിട്ടും. അതിനുശേഷം ഈ വർഗത്തിന്റെ അഥവാ മീനിൽ നിന്നുള്ള വ്യതിയാനത്തിന്റെ വർഗം കാണുമ്പോൾ നമ്മൾ ഈ ഓരോന്നിന്റെ വർഗമാണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ടോട്ടലാണ് 40, അഥവാ ഈ വർഗങ്ങളുടെ ടോട്ടലാണ് 40. ഇനി നമ്മൾ ആ ഫോർമുല യൂസ് ചെയ്യാൻ പോവാണ്. അഥവാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ x1². നമുക്ക് എത്രയാണ് കിട്ടിയത്? 40 ഡിവൈഡഡ് ബൈ നമ്പർ ആണ് എഴുതിയിരിക്കുന്നത്. ടോട്ടൽ നമ്പർ പ്രാപ്താംഗങ്ങൾ എത്രയാണ്? 5 ആണ്. ഇനി നമ്മൾ 40 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ √8 ആണ് കിട്ടിയത്. ഇനി നമ്മൾ കാണേണ്ടത് √8. അപ്പൊ 8ന്റെ റൂട്ട് കാണുക. എത്രയാണ്? 2.83 എന്ന് കിട്ടും. അപ്പോൾ 8ന്റെ റൂട്ട് കാണുമ്പോൾ 2.83 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ എന്ത് ചെയ്തു? കണ്ടു കഴിഞ്ഞു. അപ്പൊ മീൻ ഡീവിയേഷൻ പോലെ തന്നെ തുടക്കത്തിൽ നമ്മൾ മീൻ കാണുക. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് സാധാരണ ആദ്യത്തെ ലെവലിലുള്ളതാണ് കണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ ചെറിയൊരു വ്യത്യാസം വരും നെക്സ്റ്റ് ഒരു ഫോർമുലയ്ക്ക്. ബിക്കോസ് കാര്യം എന്താ? അവിടെ നമ്മൾ ഫ്രീക്വൻസി കൂടി ഉൾപ്പെടുത്തും. അപ്പോൾ ഫ്രീക്വൻസി കൂടി ഉൾപ്പെടുത്തുമ്പോൾ വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരത്തില്ല. കാര്യം നമ്മൾ നേരത്തെ മീൻ ഡീവിയേഷൻ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെയും നെക്സ്റ്റ് 1-2 ഫോർമുലാസ് കൂടി യൂസ് ചെയ്യുക. ഇവിടെ എന്താ ഉപയോഗിക്കുക? അധികമായിട്ട് വരുന്നത് ഫ്രീക്വൻസി യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഫ്രീക്വൻസി വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇവിടെ മറക്കാതിരിക്കുക. സിഗ്മ റൂട്ട് ഓഫ് സിഗ്മ x1 ബ്രാക്കറ്റ് ഓഫ് x1² ഡിവൈഡഡ് ബൈ n ആണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് എത്രയാണ് കിട്ടിയത്? 2.83 നിന്ന് ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന പ്രാപ്താംഗത്തെ നമ്മൾ മീൻ ഡീവിയേഷൻ എന്ത് ചെയ്യുന്നത്? മീൻ കാണുക. കണ്ടതിന് ശേഷം നമ്മൾ പ്രാപ്താംഗങ്ങളുടെ എണ്ണം മീൻ കണ്ടു, പിന്നെ മീനിൽ നിന്നുള്ള വ്യതിയാനം കണ്ടെത്തണം. അത് എളുപ്പമല്ലോ, മൈനസ് ചെയ്താൽ മതി. നെക്സ്റ്റ് വ്യതിയാനങ്ങൾ ഏതാണ്? വ്യതിയാനത്തിന്റെ വർഗം എന്ന് വെച്ചാൽ ഈ കണ്ടിരിക്കുന്ന വ്യതിയാനത്തിന്റെ വർഗം എടുക്കണം. 4ന്റെ വർഗം, ഇപ്പൊ 2ന്റെ വർഗം, അങ്ങനെ വർഗം എടുത്ത് അതിനെ ടോട്ടൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫോർമുല യൂസ് ചെയ്യുക. അപ്പോൾ എന്താണ്? റൂട്ട് ഓഫ് സിഗ്മ ബ്രാക്കറ്റ് x1² ഡിവൈഡഡ് ബൈ n എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ടോട്ടൽ കണ്ട് 40 ഡിവൈഡഡ് ബൈ എത്രയാണ്? ടോട്ടൽ പ്രാപ്താംഗങ്ങൾ എണ്ണം 5 ആണ്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 5 എന്ന് വെച്ചാൽ √8 കിട്ടും. ഇനി നമ്മൾ √8ന്റെ അല്ലെങ്കിൽ 8ന്റെ റൂട്ട് എടുക്കണം. അപ്പോൾ എത്ര കിട്ടുന്ന? 2.83 നമുക്ക് കിട്ടും. സോ അപ്പോൾ ഇത്രയുമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
സോ അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഫ്രീക്വൻസി യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോർമുലയിൽ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫോർമുലയാണ്. ഫ്രീക്വൻസി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആവൃത്തിയോട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണക്കാക്കുന്നത്. സോ ദ സിഗ്മ ഇസിക്കൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻസ് റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. ഇപ്പം ഇവിടെ എന്താ വ്യത്യാസം, എഫും കൂടെ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ അല്ലേ. സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എന്ന ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആവൃത്തി കൂടി ഇൻക്ലൂഡ് ചെയ്താൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ഈ ഫോർമുല പഠിച്ചു വയ്ക്കണം, കാര്യം ഫോർമുല എല്ലാം ചോദിക്കും. അപ്പോൾ ഒന്നുകൂടി പഠിക്കുക, റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എന്നറിയപ്പെടുന്ന ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്ത് യൂസ് ചെയ്താൽ, ഫ്രീക്വൻസി യൂസ് ചെയ്താൽ. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ഇതും കൂടെ നമ്മൾ പഠിച്ചെടുക്കും. ആവൃത്തികൾ വലുതാവും. അപ്പോൾ നമുക്കറിയാലോ ആവൃത്തികൾ ആവൃത്തി കൂടുവാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒത്തിരി കൂടെ വളരെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ടായിരിക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവൃത്തികൾ വലുതാവും. ഇവിടെ ആവൃത്തി ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, ഒരു ആവൃത്തിയെ തന്നിട്ടുള്ളൂ. അപ്പോഴാണ് നമ്മൾ സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ വെച്ചിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടേ. ഇനി ആവൃത്തി 1, 2 ആവൃത്തി 1, 2 അതിൽ കൂടുതലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നതിന് യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് എസ് ടി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു ഐ റൂട്ട് ഓഫ് ഐ എന്ന് തന്നെയാണ് കേട്ടോ. ഐ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ബ്രാക്കറ്റ് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. അപ്പം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, സിഗ്മ അഥവാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു ഐ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ. അപ്പോൾ നമ്മൾ സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി സ്ക്വയർ മൈനസ് സിഗ്മ എഫ് ഡി സ്ക്വയർ റൂട്ട് ഓഫ് ആണ്, റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ മൈനസ് എൻ എന്നറിയപ്പെടുന്ന ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ആവൃത്തികൾ വലുതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലായാലോ. ഇവിടെ ഒരാവൃത്തി മാത്രമേ ഉള്ളൂവെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നതിന് റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 2 യൂസ് ചെയ്യും. എന്നാൽ ആവൃത്തി കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഐ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് റൂട്ട് ഓഫ് അല്ല, അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ടോട്ടൽ റൂട്ട് ഓഫ് എടുക്കണം. ഇവിടെ ബ്രാക്കറ്റ് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. മനസ്സിലായി. അപ്പൊ ഇത് എന്ത് ചെയ്യണം, ഇത് തമ്മിൽ മൈനസ് ചെയ്യണം. മനസ്സിലായി. ഈ രണ്ട് സിഗ്മാസും തമ്മിൽ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് ആവൃത്തി കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മളിപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മെഷേഴ്സ് ഓഫ് ടെൻഡൻസി പഠിച്ചു കഴിഞ്ഞു, മധ്യകേന്ദ്രീകൃത പ്രവണതകൾ പഠിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഡീവിയേഷൻസുകൾ പഠിച്ചു കഴിഞ്ഞു. അഥവാ വ്യതിയാന അളവുകൾ അനുസരിച്ച് അല്ലെങ്കിൽ വ്യതിയാന വ്യാപ്തിയുടെ അളവുകൾ അനുസരിച്ച് എങ്ങനെ നമുക്ക് ശരാശരി കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസുകൾ നമ്മൾ വ്യക്തമായിട്ട് ഫോർമുലൈസ് ചെയ്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന കോറിലേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. കോറിലേഷൻ എന്ന് വെച്ചാൽ എന്താർത്ഥം, സഹസബന്ധം എന്നാണ് കോറിലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഈ സഹസബന്ധം എന്ന് നമുക്ക് പഠിക്കാം. രണ്ട് ചരങ്ങളുടെ പരസ്പര ബന്ധം എന്നാണ് രണ്ട് ചരങ്ങളാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. രണ്ട് ചരങ്ങളുടെ പരസ്പര ബന്ധം എന്നുള്ളതാണ് സഹസബന്ധം എന്നതുകൊണ്ട് നമുക്ക് നിർവചിക്കാം. അപ്പൊ മനസ്സിലായല്ലോ. ദെൻ വരുന്നത് സഹസബന്ധം 3 തരത്തിലുണ്ട്. അപ്പൊ സഹസബന്ധം എന്ന് വെച്ചാൽ എന്താ, കോറിലേഷൻ ആണ്. അപ്പൊ രണ്ട് ചരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയാണ് സഹസബന്ധം എന്ന് പറയുന്നത്. ഇത് 3 തരത്തിലുള്ള സഹസബന്ധങ്ങളുണ്ട്. അപ്പൊ ഏതൊക്കെ അത്, ഒന്ന് അതിസഹസബന്ധം അഥവാ പോസിറ്റീവ് കോറിലേഷൻ, 2 ന്യൂനസഹസബന്ധം അഥവാ നെഗറ്റീവ് കോറിലേഷൻ, 3 പൂജ്യസഹസബന്ധം അഥവാ സീറോ കോറിലേഷൻ. എന്നിങ്ങനെ 3 തരത്തിൽ സഹസബന്ധത്തെ നമുക്ക് വർഗീകരിക്കാം. അപ്പൊ ഏതൊക്കെയാണ് സഹസബന്ധം എന്ന് വെച്ചാൽ രണ്ട് ചരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. 3 തരത്തിലുള്ള സഹസബന്ധങ്ങളുണ്ട്. ഒന്ന് അതിസഹസബന്ധം അഥവാ പോസിറ്റീവ് കോറിലേഷൻ, ന്യൂനസഹസബന്ധം അഥവാ നെഗറ്റീവ് കോറിലേഷൻ, പൂജ്യസഹസബന്ധം അഥവാ സീറോ കോറിലേഷൻ. എന്നിങ്ങനെ 3 രീതി അനുസരിച്ച് സഹസബന്ധത്തെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ. ഇനി നോക്കിയേ, ചരങ്ങളുടെ ബന്ധത്തിന്റെ ദിശയെ ആസ്പദമാക്കിയാണ് നമ്മൾ വർഗീകരണം നടത്തുന്നത്. എന്താണ്, ചരങ്ങളുടെ ബന്ധത്തിന്റെ ദിശയെ ആസ്പദമാക്കിയാണ് നമ്മൾ പ്രധാനമായും
വർഗീകരണങ്ങൾ നടത്തുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്താണ് സഹസബന്ധം, സഹസബന്ധത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 3 തരത്തിലുള്ള സഹസബന്ധങ്ങൾ ഏതാണ്, ഏത് അവസരത്തിൽ, ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഡേറ്റ ഒരു ശരാശരി കാണണം. ഒരു കുടുംബത്തിന്റെ ശരാശരി പിന്നെ വാർഷിക വരുമാനം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കും, ഇപ്പം നമ്മൾ കേന്ദ്രീകൃത വാല്യൂസ് ആണോ യൂസ് ചെയ്യുന്നത്, വ്യതിയാന വ്യാപ്തിയാണോ യൂസ് ചെയ്യുന്നത്, കോറിലേഷൻ ആണോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ ഏത് അവസരത്തിലാണ് കോറിലേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശരാശരി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലല്ലോ? അപ്പോൾ ഇവിടെ ചരങ്ങളുടെ ബന്ധത്തിന്റെ ദിശയെ ആസ്പദമാക്കിയാണ് ഈ വർഗീകരണം. ചരങ്ങളുടെ ബന്ധത്തിന്റെ ദിശയെ ആസ്പദമാക്കിയാണ് ഈ വർഗീകരണം എന്ന് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. സോ നെക്സ്റ്റ് നമ്മൾ സഹസബന്ധത്തിന്റെ പ്രയോജനങ്ങളാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കോറിലേഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു ചോദകത്തിന്റെ സാധുത, ഒരു ചോദകത്തിന്റെ വിശ്വസ്തത, ഒരു ചോദകത്തിന്റെ വസ്തുനിഷ്ഠ സ്വഭാവം എന്നിവ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോറിലേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ചോദകത്തിന്റെ സാധുത, വസ്തുനിഷ്ഠത, വിശ്വസ്തത എന്നിവ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായും എന്താണ് സഹസബന്ധം അഥവാ കോറിലേഷൻ യൂസ് ചെയ്യുന്നത്. മനസ്സിലാവില്ല. പിന്നെ സെക്കൻഡ് പറയുന്നത് കുട്ടികളുടെ വ്യക്തിത്വ സവിശേഷത. നമുക്കറിയാലോ വ്യക്തിത്വ സവിശേഷതകൾ എന്താണ് എന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തിത്വ സവിശേഷതകളെ കുറിച്ചും മറ്റും കണ്ടെത്തുന്നതിന് നമ്മൾ പ്രധാനമായിട്ടും എന്താണ് യൂസ് ചെയ്യുന്നത്, സഹസബന്ധമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സഹസബന്ധം കണക്കാക്കുന്ന 2 മാർഗങ്ങളാണ്. ഒന്ന് റാങ്ക് കോറിലേഷനും സെക്കൻഡ് പ്രോജക്റ്റ് മൊമെന്റ് കോറിലേഷനും. എന്താണ് പ്രോജക്റ്റ് മൊമെന്റ് കോറിലേഷൻ? അപ്പോൾ 2 കോറിലേഷൻസുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നത്. ഒന്ന് റാങ്ക് കോറിലേഷനും ഒന്ന് പ്രോജക്റ്റ് കോറിലേഷനും. അപ്പോൾ റാങ്ക് കോറിലേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ റാങ്ക് കോറിലേഷൻ എന്ന് വെച്ചാൽ 2 സെറ്റ് പ്രാപ്താങ്കങ്ങളുടെ തമ്മിലുള്ള സഹസബന്ധം അവയുടെ സ്ഥാനക്രമത്തിന്റെ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ 2 സെറ്റ് പ്രാപ്താങ്കങ്ങൾ തന്നിട്ട് അവയുടെ സ്ഥാനക്രമത്തിന്റെ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം നിർണയിച്ചത് ആരാണ്? സ്പിയർമാനാണ്. അപ്പോൾ നമ്മൾ റാങ്ക് കോറിലേഷൻ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. റാങ്ക് കോറിലേഷൻ ആദ്യമായി നിർണയിച്ചത് ആരാണ്? സ്പിയർമാനാണ്. അപ്പൊ സ്പിയർമാനാണ് റാങ്ക് കോറിലേഷൻ ആദ്യമായി നിർണയിച്ചത്. ആരാണ്? സ്പിയർമാനാണ് റാങ്ക് കോറിലേഷൻ ആദ്യമായി നിർണയിച്ചത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ നോക്കൂ. അപ്പൊ റാങ്ക് കോറിലേഷൻ എങ്ങനെയാ തരുന്നത്? ഇവിടെ 2 സെറ്റ് പ്രാപ്താങ്കങ്ങൾ തരും. എന്നിട്ട് 2 സെറ്റ് പ്രാപ്താങ്കങ്ങൾ തമ്മിലുള്ള സഹസബന്ധം അവയുടെ സ്ഥാനക്രമത്തിന്റെ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാതെ ആരാ? സ്പിയർമാനാണ് നമ്മളെ റാങ്ക് കോറിലേഷൻ അനുസരിച്ച് ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ ഇനി നോക്കാം. ഈ അംശബന്ധത്തെ കുറിക്കാൻ പി ഉച്ചാരണം. നമ്മളവിടെ പി ആണുള്ളത്. പി = 2 എന്നല്ലേ കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ പി എന്ന് വെച്ചാൽ ഇവിടെ എന്താ? നമ്മൾ ഈ കോറിലേഷൻ റാങ്ക് കോറിലേഷനിൽ പി എന്ന് പറഞ്ഞാൽ റോ എന്നാണ് അർത്ഥം. എന്താണ്? റോ എന്നാണ് അർത്ഥം. റോ എന്നാണ് പി എന്ന്. അപ്പൊ നമ്മളിവിടെ റോ = 1 മൈനസ് സിഗ്മ d² ഡിവൈഡഡ് ബൈ n ബ്രാക്കറ്റ് n² - n എന്നറിയപ്പെടുന്ന ഈ ഒരു ഫോർമുലേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് റാങ്ക് കോറിലേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? സഹസബന്ധം കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രധാനമായും സഹസബന്ധം യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ചോദകത്തിന്റെ സാധുത, വിശ്വസ്തത, വസ്തുനിഷ്ഠ സ്വഭാവം എന്നിവ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ സഹസബന്ധം പഠിക്കുന്നത് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ വ്യക്തിത്വ സവിശേഷതകൾ മനസ്സിലാക്കുന്നതിനും സഹസബന്ധം യൂസ് ചെയ്യാറുണ്ട്. 2 തരത്തിലുള്ള സഹസബന്ധമുണ്ട്. ഒന്ന് റാങ്ക് കോറിലേഷനും പ്രോജക്റ്റ് കോറിലേഷനും. ഇവിടെ നമ്മൾ റാങ്ക് കോറിലേഷൻ ആദ്യമായി നിർണയിച്ചത് സ്പിയർമാനാണ്. റാങ്ക് കോറിലേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ റാങ്ക് കോറിലേഷൻ 2 സെറ്റ് പ്രാപ്താങ്കങ്ങളെ അവയുടെ സഹസബന്ധത്തിന്റെ സ്ഥാനക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹസബന്ധങ്ങളുടെ സ്ഥാനക്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെയും വ്യതിയാനമാണ് നമ്മൾ നോക്കുന്നത്. വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പി എന്ന് പറഞ്ഞാൽ റോ എന്നാണ് അർത്ഥമാക്കുന്നത്. റോ = y മൈനസ് മൈനസ് ആണ് കേട്ടോ. 6 സിഗ്മ d² ഡിവൈഡഡ് ബൈ n ബ്രാക്കറ്റ് n² - d എന്നറിയപ്പെടുന്ന ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് റാങ്ക് കോറിലേഷനോട് സഹസബന്ധം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ സിഗ്മ d² എന്നു വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? താരതമ്യപ്പെടുത്തിയ പ്രാപ്താങ്കങ്ങളുടെ ഓരോ കേന്ദ്ര ജോഡിയുടെയും സ്ഥാനക്രമത്തിൽ നിന്നുള്ള വ്യതിയാനത്തിന്റെ വർഗങ്ങളുടെ തുകയാണ്. n എന്ന് പറയുന്നത് എന്താണ്? പ്രാപ്താങ്കങ്ങളുടെ ഒരു ജോഡിയുടെ ആകെ എണ്ണം. എണ്ണം നമുക്ക് എപ്പോഴും അറിയാം. n എന്ന് പറയുന്നത് പ്രാപ്താങ്കങ്ങളുടെ ആകെ എണ്ണം. അപ്പൊ ഇവിടെ n അങ്ങനെ തന്നെയാണ്. പ്രാപ്താങ്കങ്ങളുടെ ആകെ എണ്ണത്തെയാണ് n എന്ന് പറയുന്നത്. പക്ഷെ സിഗ്മ d² എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പൊ സിഗ്മ d² എന്ന് എന്താണ്? താരതമ്യപ്പെടുത്തിയ പ്രാപ്താങ്കങ്ങളുടെ ഓരോ ജോഡിയുടെയും എന്താണ്? സ്ഥാനക്രമത്തിൽ നിന്നുള്ള വ്യത്യാസം.
അപ്പോൾ നമ്മൾ താരതമ്യപ്പെടുത്തിയ പ്രാപ്താംഗങ്ങളുടെ ഓരോ ജോഡിയുടെ സ്ഥാനക്രമത്തിൽ നിന്നുള്ള വ്യതിയാനം. ഇപ്പൊ ഇവിടെ നമ്മൾ സ്ഥാനക്രമത്തിൽ നിന്നുള്ള വ്യതിയാനം മനസ്സിലാക്കുന്നതിനാണ് പ്രധാനമായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ റാങ്ക് കോറിലേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു ഫോർമുല യൂസ് ചെയ്യാറുണ്ട്. ആ ഫോർമുലയാണ് റോ ഈസ് ഇക്വൽ ടു എൽ മൈനസ് 6d² ഡിവൈഡഡ് ബൈ n ബ്രാക്കറ്റും n² മൈനസ് 1 എന്നറിയപ്പെടുന്ന ഈ ഒരു ഫോർമുലയാണ് നമ്മൾ റാങ്ക് കോറിലേഷൻ നിർണ്ണയിക്കുന്നതിന് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏതാണ്? R is equal to sigma xy divided by n into, ഇവിടെ നമ്മൾ സിഗ്മ എന്നാണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ തന്നെ പറഞ്ഞിട്ട് സിഗ്മ എന്ന് വായിക്കുന്നത് sigma 1 sigma 2 അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ കാൾ പിയേഴ്സ് ആണ് ഈ സൂത്രവാക്യത്തെ ആവിഷ്കരിച്ചത്. അപ്പോൾ നമ്മൾ എന്താണ് സഹസംബന്ധം എന്ന് പഠിച്ചു, ഇവിടെ റാങ്ക് കോറിലേഷനും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ റാങ്ക് കോറിലേഷൻ്റെ ഒരു ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ആ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് റാങ്ക് കോറിലേഷൻ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ ആദ്യമായി ഈ ഫോർമുല യൂസ് ചെയ്താണ് കാൾ പിയേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ റാങ്ക് കോറിലേഷൻ ആണെങ്കിൽ ഫോർമുല ആദ്യമായിട്ട് യൂസ് ചെയ്ത് ആരാണ്? സ്പിയർമാൻ ആണ്. മറക്കരുത്, ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ ആണെങ്കിലാണോ കാൾ പിയേഴ്സ് ആണ് ഈ സൂത്രവാക്യം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ ആറെന്ന് കാണിച്ചിരിക്കുന്നുള്ളൂ. ഇതെന്താ യൂസ് ചെയ്യുന്നത്? ഇതിന്റെ അർത്ഥം അംശബന്ധം എന്നുള്ളതാണ് എന്ന അടയാളത്തിൽ ഉപയോഗിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ എക്സ് വൈ, ഇവിടെ നമ്മൾ സിഗ്മ എന്താണെന്ന് നമുക്കറിയാം. ഇനി എക്സ് വൈ എന്ന് വെച്ചാൽ എക്സ് വൈ എന്നിവ യഥാക്രമം ആദ്യ സെറ്റ് പ്രാപ്താംഗങ്ങളുടെയും രണ്ടാമത്തെ സെറ്റ് പ്രാപ്താംഗങ്ങളുടെയും അതിന്റെ മീനിന്റെ വ്യതിയാനത്തെയും കുറിക്കുന്നു. ഇവിടെയും നമ്മൾ എന്തിന്റെ വ്യതിയാനം എടുക്കും? മീനിന്റെ വ്യതിയാനത്തെ കുറിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എക്സും വൈ എന്താണെന്ന് മനസ്സിലായി. ആറെന്ന് വെച്ചാൽ അംശബന്ധമാണ്. സിഗ്മ എക്സ് വൈ ഡിവൈഡ് ബൈ n ഇൻറ്റു സിഗ്മ 1 സിഗ്മ 2 എന്നാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ n എന്ന് വെച്ചാൽ അറിയാം, ഒരു സെറ്റിലെ പ്രാപ്താംഗങ്ങളുടെ ആകെ എണ്ണത്തെയാണ് നമ്മൾ എപ്പോഴും n എന്ന് എടുക്കാറുള്ളത്. ദെൻ ഇവിടെ നമ്മൾ ഈ അടയാളം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? സിഗ്മയാണ്. അപ്പോൾ സിഗ്മ n എന്ന് വെച്ചാൽ ആദ്യത്തെ സെറ്റ് പ്രാപ്താംഗങ്ങളുടെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ആദ്യത്തെ സെറ്റ് പ്രാപ്താംഗങ്ങളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കേട്ടോ, എസ് ഡി ആണ്, ശ്രദ്ധിക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സിഗ്മ 2 എന്ന് വെച്ചാൽ രണ്ടാമത്തെ സെറ്റ് പ്രാപ്താംഗങ്ങളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ഡി ആണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോർമുലയാണ് ഏറ്റവും കൂടുതൽ പഠിക്കാറുള്ളത്. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ഒന്ന് രണ്ട് പ്രോബ്ലം കൂടി നിങ്ങൾ ചെയ്തു നോക്കണം. കാര്യം എളുപ്പമാണ് അത്. അപ്പോൾ നമ്മൾ അതും കൂടെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ രണ്ട് കുട്ടികളെ വ്യക്തി വ്യത്യാസം മനസ്സിലാക്കുക. ഒരു കുടുംബത്തിൻ്റെ ശരാശരി വ്യക്തികളുടെ പ്രായ വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ശരാശരികളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രോഡക്റ്റ് മൂവ്മെന്റ് കോറിലേഷൻ. അപ്പോൾ നമ്മൾ വ്യക്തി വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? റാങ്ക് കോറിലേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റാങ്ക് കോറിലേഷൻ ആദ്യമായിട്ട് കണക്കാക്കിയതാരാ? സ്പിയർമാൻ ആണ് ആദ്യമായിട്ട് കണക്കാക്കിയത്. ഇനി പ്രോഡക്റ്റ് മൂവ്മെന്റ് ആണെങ്കിലോ അത് കാൾ പിയേഴ്സൺ ആണ് ആദ്യമായിട്ട്. അപ്പോൾ ഈ സൂത്രവാക്യം ആവിഷ്കരിച്ചത് കാൾ പിയേഴ്സ് ആണ്. ഇവിടെ അംശബന്ധം ആർ എന്നാൽ അടയാളം ഉപയോഗിച്ചാണ് ഇവിടെ അംശബന്ധം ഉപയോഗിക്കുന്നത്. ആർ എന്ന് വെച്ചാൽ അംശബന്ധം എന്ന അർത്ഥം. എക്സ് വൈ എന്ന് വെച്ചാൽ എന്താ? ആദ്യത്തെ സെറ്റ് പ്രാപ്താംഗങ്ങളുടെയും രണ്ടാമത്തെ സെറ്റ് പ്രാപ്താംഗങ്ങളുടെയും മീനിന്റെ വ്യതിയാനത്തെ കുറിക്കുന്നു. മനസ്സിലായല്ലോ. നെക്സ്റ്റ് വരുന്നത് n എന്ന് വെച്ചാൽ ഒരു സെറ്റിലെ പ്രാപ്താംഗങ്ങളുടെ ആകെ എണ്ണം. ഇനി നെക്സ്റ്റ് വരുന്നത് സിഗ്മ 1 ഉണ്ട് സിഗ്മ 2 ഉണ്ട്. ഇവിടെ സിഗ്മ 1 ആദ്യ സെറ്റ് പ്രാപ്താംഗങ്ങളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സിഗ്മ 2 രണ്ടാമത്തെ സെറ്റ് പ്രാപ്താംഗങ്ങളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയും കുറിക്കും. മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ സഹസംബന്ധം അഥവാ കോറിലേഷൻ യൂസ് ചെയ്തുകൊണ്ടുള്ള രണ്ട് പ്രധാന ഫോർമുലാസേ ഉള്ളൂ നമുക്ക്. ഏതൊക്കെയാണ്? രണ്ട് മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് റാങ്ക് കോറിലേഷനും പ്രോഡക്റ്റ് കോറിലേഷൻ. റാങ്ക് കോറിലേഷൻ ആദ്യമായിട്ട് സൂത്രവാക്യം ഉപയോഗിച്ച് മനസ്സിലാക്കിയത് സ്പിയർമാൻ ആണ്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് മെത്തേഡ് മൂവ്മെന്റ് കോറിലേഷൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് കാൾ പിയേഴ്സനുമാണ്. ഇനി ഫോർമുല വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളത് മിക്കവാറും നമ്മൾ കുട്ടികളുടെ വ്യക്തിവ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണ് എന്നിങ്ങനെ ചോദിക്കാം. ഇനി നമുക്ക് അവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മൾ കുടുംബത്തിന്റെ ശരാശരി വ്യതിയാനം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം, നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ വ്യതിയാനം പഠിക്കുമ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള ചെലവ് ദേശീയ വരുമാനം, പ്രതിശീർഷ വരുമാനം, അങ്ങനെ പൂർണ്ണ ചിത്രം കിട്ടണമെങ്കിൽ ഞാൻ എല്ലാം പ്രീവിയസ് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കൂടാണ് റെഫർ ചെയ്ത് പോകുന്നത്. യൂസ് ചെയ്യുന്ന വാല്യൂ ഏതെന്ന് ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ഏതാണ്? റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അവിടെയാണ് എടുക്കാറുള്ളത്.
മനസ്സിലാക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൂന്നാമത് പഠിച്ചതാണ് കോറിലേഷൻ. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക, ഒരു കുടുംബത്തിന്റെ ശരാശരി പ്രായ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുക, ഇതിനുപയോഗിക്കുന്നതാണ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻസ്. രണ്ട് ഫോർമുലാസും വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. കോറിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അധികം ചോദിക്കാറുള്ളത് ഈ ഒരു ഫോർമുലയാണ്. കഴിഞ്ഞ വർഷം 2009 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ രണ്ടാമത്തെ സെറ്റ് ഇവിടെ നമ്മൾ അതിൻ്റെ മീനിൻ്റെ വ്യതിയാനത്തെ കുറിക്കുന്നു. അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മൾ ഒൺവേർഡ് പഠിച്ചു പോകും. അങ്ങനെ പഠിക്കരുത്. കാര്യം എന്താ, അങ്ങനെ പഠിച്ചാൽ നമുക്ക് ആൻസറോട്ട് എത്തിച്ചേരാൻ കഴിയത്തില്ല. അപ്പം നമ്മൾ മെയിൻലി എഴുതിയിരുന്ന എല്ലാ പോയിന്റുകളും റെഫർ ചെയ്ത് പോകണം. എന്താണ് മീനെന്ന് ആദ്യം പഠിക്കണം. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഫോർമുല എന്താണ്. ഈ ഫോർമുല പിന്നെ നമ്മൾ നേരിട്ട് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അല്ല, മിക്കവാറും അങ്ങനെ ഒരു വലിയൊരു പ്രോബ്ലമായിട്ട് ചെയ്യാൻ ചോദിക്കത്തില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു വലിയ സമയം കാണത്തില്ല, അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് പോകത്തില്ല. എങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫോർമുല വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം.